നമ്മളെല്ലാവരും പല പല ആപ്പുകളും ഗെയിംസുകളൊക്കെ ഉപയോഗിക്കുന്ന ആളുകളൊക്കെ തന്നെയാണ്. എന്നാൽ നമ്മുടെ ഒരു ആപ്പുകളാണെങ്കിലും ഗെയിമുകളാണെങ്കിലും ഇതെല്ലാം നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മുടെ ഒരു എന്റർടൈൻമെന്റ് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ മറ്റു പല ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കും. എന്നാൽ നമ്മൾ ഇന്നൊരു വീഡിയോ കൂടി സംസാരിക്കാൻ വേണ്ടി പോകുന്ന ഈ ഒരു ആപ്പുകൾ നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മെന്റലായിട്ടും ഫിസിക്കലായിട്ടും ഒരുപാട് ബുദ്ധിമുട്ട് നിങ്ങൾക്കുണ്ടാവും. അപ്പോൾ അത്രയും ഭയാനകമായിട്ടുള്ള 4 ആപ്പുകളാണ് നമ്മൾ ഇന്നൊരു വീഡിയോ കൂടി സംസാരിക്കാൻ പറ്റും. അപ്പൊ ഇവിടെ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. ഇവിടെ നമ്മുടെ ലിസ്റ്റിലെ ഒന്നാമത്തെ ആപ്പാണ് കോൾ ബ്ലേസ് ആൻഡ് ദ മോൺസ്റ്റർ മെഷീൻ 2008. ഇംഗ്ലണ്ടിലെ ഒരു ലേഡി തന്റെ 7 വയസ്സ് പ്രായം മാത്രമുള്ള തന്റെ മകന്റെ മുറി നിന്നിട്ട് ഒരു സൗണ്ട് കേൾക്കാം. ആ ഒരു സൗണ്ട് ഇതായിരുന്നു. I'm your new friend. Happy, slappy, whatever you want me to be called. You see, I want to play with you, kiddo. ഈ ഒരു സൗണ്ട് കേട്ടപ്പോൾ തന്നെ ആ ഒരു ലേഡി മുറി തുറന്നു നോക്കിയപ്പോൾ അവർ നെറ്റിപ്പാണ് ഉണ്ടാകുന്നത്. കാരണം ആ ഒരു സൗണ്ട് വന്നത് ഈ ഒരു ആപ്പിൽ കൂടെയായിരുന്നു. That's alright, cause this knife is gonna improve your look when it's sticking right out of you. ഇതൊരു ഗെയിമാണ്. ഈ ഒരു ഗെയിം നമ്മൾ കളിക്കുവാണെങ്കിൽ കുറച്ച് കളിച്ച് കഴിയുമ്പോൾ തന്നെ ഈ ഒരു ഗെയിമിൽ നിന്നിട്ട് ഒരു കോൾ വരും. ഈ ഒരു കോള് നമ്മൾ എടുക്കുകയാണെങ്കിൽ ആ ഒരു കോളിൽ കൂടെ കുട്ടികളോട് പറയുന്നത് എന്താന്ന് വെച്ചാൽ നിങ്ങളെല്ലാവരും മരിക്കുന്നു, മാത്രമല്ല അവിടുത്തെ കത്തി എടുത്തിട്ട് നിന്റെ മുഖം തന്നെ മുറിച്ചു എന്ന് വെച്ചാൽ നിന്റെ മുഖത്തിന്റെ ലുക്ക് തന്നെ മാറ്റുന്നു ഈ ഒരു ഗെയിം പറയാൻ വേണ്ടി ചെയ്യും. ഈ ഒരു വോയിസ് കേട്ടപ്പോൾ തന്നെ ആ ഒരു ലേഡി ഈ ഒരു വോയിസ് റെക്കോർഡ് ചെയ്യുകയും അപ്പോൾ തന്നെ ഫേസ്ബുക്ക് അതുപോലത്തെ ഭൂരിഭാഗം സോഷ്യൽ മീഡിയയിലും അപ്ലോഡ് ചെയ്യാൻ വേണ്ടി ചെയ്യാം. ഇതപ്പോൾ തന്നെ വൈറലാകുകയും പല പല ആളുകളും നമുക്കും ഇതുപോലത്തെ ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ടായെന്ന് പറഞ്ഞിട്ട് മുമ്പോട്ട് വരാൻ വേണ്ടി തുടങ്ങാം. പതിയെ പതിയെ ഗൂഗിള് ഈ ഒരു ഗെയിമിനെ തന്നെ പ്ലേ സ്റ്റോറിൽ നിന്ന് മാറ്റാറുണ്ടായിരുന്നു. നമ്മുടെ ലിസ്റ്റിലെ രണ്ടാമത്തെ ആപ്പാണ് ഡ്രീം ടോക്കർ. ഈ ഒരു ആപ്പ് നമ്മളെ സമാധാനത്തോടെ കിടന്ന് ഉറങ്ങാൻ പോലും സമ്മതിക്കില്ല. ഈ ഒരു ആപ്പ് എന്തിനാ നിർമ്മിച്ചതെന്ന് വെച്ചാൽ ഇപ്പൊ ഏതെങ്കിലും ഒരു വ്യക്തി ഉറക്കത്തിൽ കൂർക്കം വലിക്കുകയാണെങ്കിൽ ആ ഒരു ഓഡിയോ റെക്കോർഡ് ചെയ്യുകയും പിറ്റേ ദിവസം രാവിലെ അതേ വ്യക്തി തന്നെ ഈ ഒരു ഓഡിയോ കേൾക്കുകയും തങ്ങൾ കൂർക്കം വലിക്കുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു ഈ ഒരു ആപ്പ് നിർമ്മിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഇത് ഉപയോഗിച്ച ആളുകളൊക്കെ പറയുന്നത് ഈ ഒരു ആപ്പിൽ കൂടെ കൂർക്കം വലിക്കുന്ന സൗണ്ട് കേൾക്കുമെന്ന് വിചാരിച്ചാൽ വേറെ ആരൊക്കെയോ നമുക്ക് പോലും അറിയാത്തൊരു ഭാഷയിൽ സംസാരിക്കുന്നതാണ് കേൾക്കാൻ വേണ്ടി സാധിച്ചതെന്നാണ് പറയുന്നത്. ഉദാഹരണത്ത് നോക്കുകയാണെങ്കിൽ ഇപ്പൊ നിങ്ങൾ തന്നെ രാത്രി സമയത്ത് ഉറങ്ങുന്ന സമയത്ത് നിങ്ങൾക്ക് പോലും അറിയാത്തൊരു ഭാഷയിൽ നിങ്ങൾ സംസാരിച്ചാൽ എന്ത് ചെയ്യും? ആദ്യ സമയത്തൊക്കെ എല്ലാവരും ഇത് പ്രേതമാണ് അങ്ങനത്തെ ഒരുപാട് സംഭവമൊക്കെ ഒന്ന് പറഞ്ഞെങ്കിലും പിന്നീട് ഈ ഒരു ആപ്പിൽ കൂടെ തന്നെയുള്ള ഒരു ഫിൽറ്ററിൽ കൂടിയിട്ടാണ് ഈ ഒരു സൗണ്ട് വന്നെന്ന് കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു ആപ്പ് നല്ല ഹൈ ക്വാളിറ്റി ആയിട്ടുള്ള സൗണ്ടാണ് റെക്കോർഡ് ചെയ്യുന്നത്. മാത്രമല്ല ഈ ഒരു ആപ്പ് ഇപ്പോഴും പ്ലേ സ്റ്റോറിൽ അവൈലബിൾ തന്നെയാണ്. നമ്മുടെ ലിസ്റ്റിലെ മൂന്നാമത്തെ ആപ്പാണ് വിറ്റ്മിയ. നമ്മുടെ ഈ ഒരു ലോകത്ത് ഏതെങ്കിലും ഒരു വ്യക്തി മരിച്ചു കഴിഞ്ഞാൽ ആ ഒരു വ്യക്തിയായിട്ട് നമുക്ക് പിന്നെ സംസാരിക്കാനോ കാണാനോ ഒന്നും തന്നെ നമുക്ക് സാധിക്കില്ല. എന്നാൽ അതിനൊരു സൊല്യൂഷൻ പോലെയാണ് സൗത്ത് കൊറിയ കമ്പനി ഈ ഒരു ആപ്പ് നിർമ്മിച്ചിട്ടുള്ളത്. എന്ന് പറഞ്ഞിട്ട് മരിച്ചവർ അങ്ങനെ തന്നെ വിളിച്ച് നമുക്ക് സംസാരിക്കാൻ വേണ്ടി സാധിക്കില്ല. ആ ഒരു രൂപത്തിലുള്ള ഒരു AI-നെ അവർ നമുക്ക് ഉണ്ടാക്കി തരും. ആ ഒരു AI-യുമായിട്ട് നമുക്ക് തമാശകൾ പറയാം, സംസാരിക്കാം. എന്തിന് ആ ഒരു മരിച്ച രൂപത്തിലുള്ള ആ ഒരു AI നമ്മുടെ അടുത്ത് നിൽക്കുന്നത് പോലത്തുള്ള സെൽഫി വരെ നമുക്ക് എടുക്കാൻ വേണ്ടി സാധിക്കും. ഈ ഒരു ആപ്പ് എന്തിനാണ് നിർമ്മിച്ചതെന്ന് ആ ഒരു കമ്പനിയോട് തന്നെ ചോദിച്ചപ്പോൾ അവര് പറഞ്ഞ എന്താന്ന് വെച്ചാൽ ഇപ്പോ ഏതെങ്കിലും ഒരു പ്രിയപ്പെട്ട വ്യക്തി നമ്മുടെ ഏതെങ്കിലും ഒരു പ്രിയപ്പെട്ട വ്യക്തി മരിച്ചു കഴിഞ്ഞാൽ ആ ഒരു ഒറ്റപ്പെടലിന്റെ വേദന കുറക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ആപ്പ് നിർമ്മിച്ചേക്കണെന്നാണ് അവര് തിരിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മാത്രമല്ല ഈ ഒരു ആപ്പ് 24 മണിക്കൂർ പ്രവർത്തിക്കുകയും ചെയ്യും. ഒരു മനുഷ്യനെ പോലെ തന്നെ നമ്മൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഇത് ക്ലിയർ ആയിട്ട് ഉത്തരം പറയുകയും ചെയ്യും. ഈ ഒരു ആപ്പ് വഴിയിട്ട് അങ്ങനത്തെ ഒരു വ്യക്തി അവിടെ മരിച്ചിട്ടില്ല എന്നുവരെ നമുക്ക് തോന്നുകയും ചെയ്യും. എന്നാൽ നമ്മളത് കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു പേടിയാവും. മരിച്ചവരെന്നും നമ്മുടെ കൂടെ, അതും ഏത് പാതിരാത്രി വിളിച്ചാൽ പോലും. നമ്മുടെ ലിസ്റ്റിലെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ആപ്പാണ് ജാപ്പനീസ് സ്റ്റോപ്പ്. ഈ ഒരു ചെറിയ കുട്ടികൾക്ക് എല്ലാവർക്കും ഈ ഒരു പാവകളെയൊക്കെ ഒരുപാട് ഇഷ്ടമായിരിക്കും. ഇതും ഒരു പാവ തന്നെയാണ്. എന്നാൽ ഈ ഒരു പാവ ഉള്ളത് ഈ ഒരു ആപ്പിന്റെ അകത്താണെന്ന് മാത്രം. ഇത് വളരെ ഭയാനകമായിട്ടുള്ള ഒരു പാവ തന്നെയാണ്. മാത്രവുമല്ല ഈ ഒരു പാവ നമ്മുടെ അമ്മ എന്നായിരിക്കും വിളിക്കുന്നത്. ഈ ഒരു ഗെയിം എന്താന്ന് വെച്ചാല് നമ്മൾ ഈ ഒരു ഗെയിം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ കുറച്ച് ക്യാൻഡിൽസ് കളക്ട് ചെയ്യാനായിട്ട് അവർ പറയും. നമ്മൾ കുറച്ച് ക്യാൻഡിലൊക്കെ കളക്ട് ചെയ്ത് ഒരു ലെവല് കഴിയുമ്പോൾ തന്നെ ഈ കാണിക്കുന്ന ഈ ഒരു പാവ പതിയെ പതിയെ വളരാൻ വേണ്ടി ആരംഭിക്കും. ആദ്യ സമയത്തൊക്കെ ഇത് വളർന്നൊരു സുന്ദരിയാവെങ്കിലും പതിയെ പതിയെ ഇതിന്റെ മുഖം വികൃതമാവാൻ വേണ്ടി തുടങ്ങും.
അപ്പോൾ കളിക്കുന്ന ആളുകൾക്ക് ഇൻട്രസ്റ്റ് കൂടുകയും അവർ ഒരുപാട് ക്യാൻഡിൽസ് കളക്ട് ചെയ്യാനും വേണ്ടി തുടങ്ങും. അങ്ങനെ അവസാനം ഈ ഒരു പവർ സുന്ദരിയായി വന്നിട്ട് ഫോണിന്റെ ഫുൾ സ്ക്രീനിൽ വന്നിട്ട് ഒരു കാര്യം പറഞ്ഞു, എന്റെ ശരീരം മൊത്തം വേദന എടുക്കുന്നുണ്ടെന്നും എന്റെ ശരീരത്തിനകത്ത് ആരും ഉണ്ടെന്നും പറഞ്ഞു. അതും ജാപ്പനീസ് ലാംഗ്വേജ്. അവസാനം പിന്നെയും ട്രാൻസ്ഫോർമേഷൻ ചെയ്തിട്ട് പ്രേതമായി തന്നെ വന്നു നിൽക്കും. ഈ ഒരു ഗെയിം തന്നെ നമ്മളോട് ചോദിക്കും, ഈ ഒരു പാവയെ കൊല്ലണോ വേണ്ടേന്ന്. നമുക്ക് വേണമെങ്കിൽ കൊല്ലാം, എന്നാൽ ഈ ഒരു പാവം ചാവില്ല. ഈ ഒരു പാവം നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും. മാത്രമല്ല ഈ ഒരു ഗെയിം കളിച്ച എല്ലാവർക്കും തന്നെ ഈ ഒരു പാവേനെ ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. മാത്രമല്ല പ്ലേ സ്റ്റോറിൽ ഈ ഒരു ഗെയിമിന് നല്ല റേറ്റിംഗും ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഗെയിം ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഇഷ്ടപ്പെട്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാനും ഒരിക്കലും മറക്കരുത്. ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാർക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ ഒരിക്കലും മറക്കരുത്. മുന്നോത്തിന് പുന്നാനുള്ള അടിപൊളി വീഡിയോസുകൾ സെറ്റ് ആയിട്ട് വരുന്നവരെ